അടിക്ക് അടിക്കടാ അടിക്ക്. മനുഷ്യനെ ദിക്റൊന്നും വേണ്ടേ? എന്താണ് മൊല്ലാക്ക നിങ്ങളിങ്ങനെ പേടിച്ചല്ലേ? ഇതൊരു ഗെയിമല്ലേ? ഞാൻ ആസറല്ലേ? എൻ്റെ അമ്മക്കല്ലോടെ കഴിച്ചാതെടുക്കണേ. ആ തള്ളക്ക് കുറെ കാലമായി രോഗമായിട്ട്. മനസ്സൊന്ന് കണ്ണോടൊക്കെ എഴുതി അപ്പം തുടങ്ങും കോരാ. വല്ലാതൊരു കെട്ടും വലിയാണ്. എന്തൊക്കെയാ പറയണേ? ചാരെ കുറിച്ചൊക്കെ പറയുന്ന അറിയോ? അല്ല നാസറേ, അന്ന പള്ളിയിലും മദ്രസം കാണാട്ടില്ല കേട്ടോ. അനക്ക് ദീനാഹ്റൊന്നും വേണ്ടേ? അത് പിന്നെ മൊല്ലാക്ക ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളി പോകാനൊക്കെ കരുതലുണ്ട്. അപ്പോഴേക്കാരം ഫോണിൽ ഗെയിം കളിച്ചാണ്ട് അയച്ചാണ്ട് ചെങ്ങായിമാരെ വിളിച്ചല്. പിന്നെ പെരയിൽ നിസ്കരിച്ചാൽ കരുതും. നിസ്കരിച്ചിലൊക്കെ ഉണ്ടോ? ആ നിസ്കരിച്ചിലൊക്കെ ഉണ്ട്. സുബ എത്രക്കാത്ത പറഞ്ഞ? സുബയല്ലേ? സുബ 5 റക്അത്ത്. സുബ്ഹാനല്ലാഹ്. മഗ്‌രിബ് എത്രക്കാത്ത പറഞ്ഞ? സുബ 5 പിന്നെ മഗ്‌രിബ് 10 അല്ലേ? നിങ്ങളൊന്ന് മൂലേരാണ്, ഒന്നും അറിയില്ല. സുബൈ രാവിലെയാണ്, മഗ്‌രിബ് രാത്രിയാവും. സമയത്തിന് വ്യത്യാസമൊക്കെ ഉണ്ട്. ആ ഇപ്പം എൻ്റെ നിസ്കാരം ഒത്തൊക്കെ തെച്ച് മനസ്സിലായിട്ടോ. കാലിമത്ത് എന്താ പറഞ്ഞ? കാലിമത്ത് പെട്ടല്ലോ അടച്ചോനെ. ഞാൻ അപ്പോൾ വരാട്ടോ. ഞാൻ എൻ്റെ ചങ്ങാതിൻ്റെ ഒരു തക്കാളി വാങ്ങാൻ പറഞ്ഞേ. എന്തായി നോക്കിയിട്ട് തരാം. ഹലോ എടാ, എനിക്ക് കാലിമത്ത് ഷാദ് എന്താ അറിയോ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മൊല്ലാതൊക്കെ കാലിമത്ത് ഷാദല്ലേ വേണ്ടേ? ശ്രദ്ധിച്ചു കേട്ടോളിട്ടാ. മനസ്സിൽ ഉറപ്പിച്ചാണ്ട് നാവ് കൊണ്ട് അല്ലാഹു അക്ബർ എന്നാ പറയാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് മതിയോ? പിന്നെ ഇതൊക്കെ മതി. ഇതിപ്പോൾ വലിയ ജായത്തിൻ്റെ അവസ്ഥയില. ഇതൊരു കാര്യം ചെയ്യും. എനിക്കൊരു കോളേജ് അറിയാം, നെച്ചുമുലിതാ പേര്. അവിടെ പോയി എനിക്ക് ഇൽമ അടിച്ച, കുൻഫ് അടിച്ച, വിദ്യാഭ്യാസം കാണിച്ച, എല്ലാം അടിച്ച. അവിടുത്തെ ഭക്ഷണം നല്ല രസമാണ്. നിങ്ങൾ പോയിക്കാനായിരുന്നു. ഇവിടുത്തെ സ്കൂളിൽ തന്നെ പോകാൻ മടിയാണ്. അപ്പോൾ ഞങ്ങളെ മദ്രസയും കോളേജൊക്കെ. ഇച്ചൊന്ന് പോയോക്ക്, എനിക്കവിടെ ഇഷ്ടപ്പെടും. ഞാനല്ല. അല്ലോ ബാങ്ക് കൊടുത്തല്ലോ, പള്ളി പോവാ. ഞാനല്ല, ഗെയിം കളിച്ചണം. എന്താ അട്ടനെ പിടിച്ച് ചെവിയേറ്റിന്? എവിടെ? ഇതല്ലോ, ഇത് അട്ടൊന്നല്ല, ഇത് എയർപോർട്ടാണ്. അട്ടന് എയർപോർട്ട് തിരിച്ചറിയാത്ത സാധനം. അല്ല നിങ്ങൾ കച്ചത്തിൽ ചേരാട്ടെ. ഇതെന്താ ചേരാട്ട? എനിക്ക് തോന്നണേ അയച്ച് ചേരാട്ടെ തോന്നണേ. ഇത് ചേരാട്ട ദസ്മിമാലാണ്. അതേനി അല്ല അതിൻ്റെ ഫ്രീ എന്താ ഫയർ ഫ്രീ അല്ലേ പേര്? ആ ഫയർ ഫ്രീ നിർത്തിച്ചാ കുറെ നേരമല്ലോ. ഫയർ ഫ്രീ അല്ലത്, ഇത് ഫ്രീ ഫയർ ആണ്. ഒന്നും അറിയില്ല നിങ്ങൾക്ക്. ആ ഏത് ഫ്രീ ആ കളിച്ച് ഇപ്പൊ ഫ്രീ അല്ലേ? വാ നമുക്ക് പോവാം. ഞാനല്ല, നിങ്ങൾ പോയിക്കാണേ. എന്നുവെച്ചാൽ എൻ്റെ അമ്മ ഇത്തുമത്തേതോ? ഏയ് ആ തളച്ചിട്ട് എടുത്ത് ഞാൻ പോവില്ല. എന്താ ഫോൺ കാട്ടിക്ക? എന്താ തന്തക്കോന് സ്കൂള്? അതിൻ്റെ വാപ്പയാണേ. ഓ എൻ്റെ ബാബു തന്തക്കോയ? ഏയ് തന്ത കോയിന്നല്ല, തന്ത കോയെന്നാണ്. കോയാന്നല്ലേ? അങ്ങനെ അറിയും. ഇത് പിടിച്ചാ ആ മൊല്ലാക്കനെ പ്രശ്നം പരി പലഹാരമുണ്ട്. എന്താ മൊല്ലാക്ക പറ്റി? എടാ എൻ്റെ അമ്മ മരിച്ചടാ. പൈക്കാനായിരുന്നു. ആ തള്ളക്കിനി 10 വർഷോട് ജീവിച്ചാൽ ആയുസുണ്ട്. എൻ്റെ ആ തള്ളവത്തിക്കോ? അല്ല എൻ്റെ പെറ്റ തള്ളല്ലേ? അത് ശരി. നിങ്ങളെ തള്ള വിളിച്ചിട്ട് നിർത്താൻ പറയണേ, എന്നിട്ട് നിങ്ങളെ വിളിച്ചത് എന്ത് ന്യായാണ്? അല്ലേ പറഞ്ഞേക്ക്, ഞാൻ പറഞ്ഞേക്ക് ഈ ചോട്ട പെടും, ഞാൻ ബെടോ പെടും. മനസ്സിലായോ? ഞാൻ പറയുന്നേക്ക്. എടാ ഇങ്ങനെ തള്ള വിളിച്ചിട്ട് എന്താ കിട്ടണേ? എടാ എനിക്കൊരു കാര്യം അറിയാം. എനിക്ക് സങ്കടം വരുമ്പോൾ എൻ്റെ അമ്മേനെ സന്തോഷിപ്പിക്കാണ്ടായിന്. ലോകത്ത് മരണവേദന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വേനരുത് പ്രസവേദനടാ. എനിക്കിപ്പോൾ ഈ ബാലകൃഷ്ണൻ കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ അമ്മാനും വേണ്ട, ഇതും വേണ്ട. നാളെ അള്ളാൻ്റെ മർഷയിൽ എന്നെ ചോദ്യം ചെയ്യുമ്പോൾ കുടുങ്ങും. ഇത് സൂക്ഷിച്ചോ. പിന്നെ മൊല്ലാക്കന അറിയാതെ. അതൊന്നും പ്രശ്നമല്ല, ഇജ്ജ് തൗബ ചെയ്ത് വയ്ക്കണം. സഹോദരന്മാരെ, ഈ ഫോൺ കാരണമായി നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് ജീവിതം പഠിപ്പിച്ചു തന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പടച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ മറന്നു പോവുകയാണ്. ഫോണിൽ നന്മയുണ്ട്, അതിലേറെ എത്രയോ തിന്മയുണ്ട്. അതുകൊണ്ട് ഫോൺ കളിക്കുന്നവർ സൂക്ഷിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അസ്സലാമു അലൈക്കും.